നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും അത് നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുക. വമാ അസാബക്കും മിൻ മുസീബത്തിൻ, ഏതൊരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഫബിമാ കസബത് ഐദീക്കും, നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ്. വയഅഫു അൻ കസീർ, നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റിനും അല്ലാഹു തആല ശിക്ഷ നൽകുന്നില്ല, ധാരാളം വിട്ടുവീഴ്ച ചെയ്തു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് തെറ്റുകൾ, അതിനുള്ള ശിക്ഷയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുസീബത്ത്. അങ്ങനെയായിരുന്നു സലഫുകൾ. ചില മുൻഗാമികളുടെ ജീവിതത്തിൽ കാണാം അത്ഭുതകരമായ സംഭവങ്ങൾ. ഒരു ചെറിയ മുള്ളു കുത്തിയാൽ വരെ ചില ആളുകൾ പറയും ഹാദാ ബിദംബി വമാ ളമനി റബ്ബി, ഇതെന്റെ ഒരു പാപത്തിന്റെ ഫലമാണ്, എന്റെ റബ്ബിനോട് ദുൽമ ചെയ്തതല്ല. അറിയാതെ മനസ്സിൽ അങ്ങനെ ചിന്ത വരാതിരിക്കാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഹുസ്നുൽ തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു മുള്ളു കുത്തിയാൽ പറയും ഇതെന്റെ എന്തോ ഒരു തെറ്റ് കാരണം കൊണ്ടാണ്. വമാ ളമനി റബ്ബി, റബ്ബിനോട് ദുൽമ ചെയ്തതല്ല. ഇമാം മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ഇമാമാണ്, താബിഈയാണ്. അദ്ദേഹം കച്ചവടക്കാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ കച്ചവടത്തിൽ വലിയ നഷ്ടമുണ്ടായി, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, വലിയ പണക്കാരനായിരുന്നു, അവസാനം പാപ്പരായിപ്പോയി, ഒന്നുമില്ലാതെ. അദ്ദേഹം പറയുകയാണ്, ഞാൻ 40 വർഷം മുമ്പ് ഒരു ഫക്കീറായ മനുഷ്യനെ അവന്റെ ദാരിദ്ര്യത്തിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. യാ മുഫ്ലിസ്, പാപ്പരായവനെ എന്ന് അവനെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പില്ല, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഒരു ചീത്ത വിചാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, സ്വന്തത്തെക്കുറിച്ച് ചീത്ത വിചാരിക്കും. അങ്ങനെയായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക. ചില ആളുകൾ അവർക്ക് അങ്ങേയറ്റത്തെ നിരാശയായിരിക്കും റബ്ബിനെ കുറിച്ച്. എന്നിട്ട് ആ നിരാശ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യും. ഒരാൾ അവരുടെ അടുത്തിരുന്നാൽ അവൻ മുസീബത്തുകളെ കുറിച്ച് സംസാരിച്ച് ഇപ്പോൾ ഉള്ളതും കഴിഞ്ഞുപോയതും വരാനുള്ളതും വരാൻ സാധ്യതയുള്ളതും ഒക്കെ ആയിട്ടുള്ള മുസീബത്തുകളെ കുറിച്ച് ചർച്ച ചെയ്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത ചിന്ത ആളുകളിൽ പ്രചരിപ്പിക്കും. അങ്ങനെയല്ല വേണ്ടത്. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന്റെ കയ്യിൽപ്പെട്ട് മരിക്കണോ കടൽ ചാടി മരിക്കണോ എന്ന അവസ്ഥ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ഇതായിരിക്കും ഒരു മുഅ്മിന്റെ സ്വഭാവം. തഫാഉൽ, നല്ല പ്രതീക്ഷ, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയായിരിക്കണം ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിധിക്കുന്നവൻ. അവന്റെ വിധി അദ്ലായിരിക്കും, നീതിയായിരിക്കും. അള്ളാഹുവിന്റെ വിധിയിൽ പ്രതീക്ഷയുണ്ടാകണം. അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ, അള്ളാഹുവിന്റെ ഹിക്മത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാകണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയുണ്ടാകുക. ആ പ്രതീക്ഷ എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്നത്. അന ഇൻദ ളന്നി അബ്ദി ബി, അങ്ങനെ പ്രതീക്ഷിച്ചാൽ അവന് അള്ളാഹു തആല പ്രതീക്ഷയ്ക്കനുസരിച്ച് കൊടുക്കും. ചീത്തയാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അവന്റെ ജീവിതത്തിൽ സംഭവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കാൻ, അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, അവന്റെ പരീക്ഷണങ്ങൾ സബ്ർ അവലംബിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.